ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു നാടൻ തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു തീയലുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെയും ആവശ്യം വരത്തില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത്, 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, കരിഞ്ഞ ചുവ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ നോക്കണം. അപ്പോൾ വറുത്തെല്ലാം വന്നിട്ടുണ്ട്, ഒരുവിധം വറുത്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം ഞാൻ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എന്നിട്ട് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കളറിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 വലിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക, പിന്നെ 2 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വെണ്ടയ്ക്ക എടുത്തത്. ഇനി നമുക്ക് കറി വെക്കാൻ ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിലേക്ക് എണ്ണ തെറിക്കും. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കണം, കാരണം വേറെ പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. തക്കാളിയുടെ പുളി തന്നെ മതിയാകും ഈ കറിക്ക്. തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട, കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് തീയലെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അധിക സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് നമുക്ക് എന്തായാലും ഓൾറെഡി വെന്തതല്ലേ, നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയപ്പോൾ തന്നെ ഓൾറെഡി വെന്തതാണ്. അപ്പം ചാറൊന്ന് തിളച്ചാൽ തന്നെ മതി. അപ്പം തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.